പിതാവും പുത്രനും പരിശുദ്ധരൂപയുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത് ആദ്യം എന്നേക്കും തന്നെ ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനും മറ്റു വിശ്വസ്തരും, ഇന്ന് മിഷൻ സന്ധ്യയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മളിവിടെ ഏവരെങ്കിലും വായിച്ചു കേട്ടു. അതിൻ്റെ വിശദീകരണങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവിടെ യേശുതമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു, ഒരുപാട് രോഗസൗഖ്യങ്ങൾ നടത്തി. അതെല്ലാം ചെയ്തതിന് ശേഷം മനുഷ്യൻ അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നു. അതുപോലെ തന്നെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അത് 30 നിന്നാണ് തിരഞ്ഞെടുത്തത്. കൂടുതലും അത്താഴം കഴിക്കുവാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വളരെയധികം പുരുഷാരം കൂടി നിൽക്കുന്നതുകൊണ്ട് അതിനകത്തേക്ക് കടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? യേശുതമ്പുരാന്റെ അത്ഭുത പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു കേട്ട് ദൂരസ്ഥലത്തു നിന്നും വന്നെത്തിയവരാണ് അവിടെ കൂടി നിന്നവരിൽ ഒരുപാട് പേരും. എന്നാൽ ഇന്ന് ഒരുപാട് സ്ഥലത്തും ധ്യാനയോഗങ്ങൾ നടത്താറുണ്ട്. അത് നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നോട്ടീസ് പബ്ലിഷ് ചെയ്യുമ്പോൾ പറയുന്നത്, ഇന്ന സ്ഥലത്ത് ഇന്നാലാൽ നടത്തപ്പെടുന്ന ധ്യാനയോഗമുണ്ട്, അത് ഇത്ര മണിക്കാണ്, അതിൽ നിങ്ങൾ വന്നു ചേരണമെങ്കിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം. ആ പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചെറിയൊരു ഫീസുണ്ട്, അതും കൂടെ കൊടുത്തേ മതിയാവും. അങ്ങനെ നമ്മൾ ഒരുപാട് പേരും വഞ്ചിതരായി അവിടെ പോകാറുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആ ധ്യാനം നടത്തുന്നവർ ആരെങ്കിലും തൊടുകയോ അല്ലെങ്കിൽ അവരുടെ മേൽ ഊതുകയോ ചെയ്യുമ്പോൾ അവർ താഴെ വീഴുകയും വളരെയധികം കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്യുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് പേരും വഞ്ചിതരായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഒരു കോൺട്രാക്ട് ബേസിലുള്ള ധ്യാനങ്ങളാണ് നടക്കുന്നതെന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്. ഇവിടെ യേശുതമ്പുരാൻ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ ആ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ന്യായപ്രമാണത്തിന്റെ 7ാം ദിവസമായ ശബത്തിലാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. ശബത്തിൽ യഥാർത്ഥത്തിൽ ജ്ഞാനം കഴിക്കാൻ മാത്രമേ ന്യായപ്രമാണം അനുവദിച്ചിട്ടുള്ളൂ. ആ ദിവസങ്ങളെ, ആ ശബത്തിനെ ലംഘിച്ചുകൊണ്ടാണ് യേശുതമ്പുരാൻ ഈ അത്ഭുതങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ശബത്ത് ദിവസത്തിൽ ഒരു ചുള്ളിക്കം പൊടിച്ചൊരു പാപത്തിനെ യഹോവ കൊന്നുവെന്ന്. അത്ര കർശനമായ നിയമമാണ് ശബത്ത് എന്ന് പറയുന്നത്. ആ ശബത്തിനെയാണ് യേശുതമ്പുരാൻ അവിടെ ലംഘിച്ച് ഒരുപാട് പേർക്ക് സൗഖ്യം നൽകിയത്. അപ്പോൾ ഇവിടെ യേശുതമ്പുരാൻ ഇങ്ങനെ സൗഖ്യം നൽകുന്നത് കണ്ട് അവിടെ പലരും പ്രകോപിതരായിട്ട് യേശുതമ്പുരാനോട് പറയുകയാണ്, അവിടെ കൂടി നിന്നവരോട് പറയുകയാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന്. രസകരമായിട്ട് യേശുതമ്പുരാൻ മറുപടി നൽകുകയാണ്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയാൽ എന്താണ് പ്രയോജനം? ഭൂതങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് നമ്മൾ തമ്മിൽ ചിത്രങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു വീട് തന്നെ തകർന്നു പോവുകയില്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം പറയുകയാണ്, അതുപോലെ വീട് കവർന്നെടുക്കാൻ പോകുമ്പോൾ ബലവാനാണെങ്കിൽ അവനെ കെട്ടിയിട്ടല്ലാതെ ആ വീട് കവരാൻ സാധിക്കുമോ? അതിനുശേഷം പറയുകയാണ്, പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന ഒരു പാപവും ക്ഷമിക്കുകയില്ല എന്ന്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, കർത്താവ് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം. ഹോശേയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിച്ചുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെ ത്യജിക്കും. നീ എന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. ഇങ്ങനെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ യേശുതമ്പുരാൻ എന്താണ് അവിടെ പറഞ്ഞതെന്നും എന്താണ് അവിടെ പ്രവർത്തിച്ചതെന്നും
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് യേശുതമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നത്? യേശുതമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിന്റെ സ്നേഹത്തെ കാണിക്കുവാനാണ്. ആ പിതാവിന്റെ സ്നേഹത്തെ നമുക്ക് യേശുതമ്പുരാൻ ജീവിച്ച് കാണിച്ചു തന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ യേശുതമ്പുരാൻ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും നമ്മിൽ ഒന്നാക്കണമേ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമ്മളെ കൂടെ ആ ദൈവത്തിന്റെ അംഗമാക്കി തീർക്കുവാൻ, ദൈവത്തിന്റെ സഹോദരനാക്കി തീർക്കുവാൻ. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ മാമോദീസായിൽ പറയുന്നത്, നിന്നെ ക്രിസ്തുവിന്റെ സഹോദരനായി മാമോദീസ മുക്കുന്നുവെന്ന്. അപ്പോൾ സഹോദരൻ ആയി തീരുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ പിതാവായി തീരുന്നു. അതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴാണ് ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്? എന്തിനാണ് പുത്രൻ തമ്പുരാൻ വന്നത്? നമുക്ക് ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാം. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി ഈ ലോകത്തിലേക്ക് അയക്കുമെന്ന്. അവിടെ 2 ജനനമാണ് പറയുന്നത്. അതെന്തിനാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പരിജ്ഞാനം ഉണ്ടാകണം. അതുപോലെ തന്നെ കാലസമ്പൂർണതയെ പറ്റി പറയുന്നു. എന്താണ് കാലസമ്പൂർണത? ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ യേശുതമ്പുരാൻ ഭൂമിയിലേക്ക് വന്നത് വചനത്തെയാണ് അയച്ചതെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ആ വചനം മാംസമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. അപ്പോൾ കർത്താവായ യേശുതമ്പുരാൻ പറഞ്ഞത് എന്താണ്? എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ മാംസമായിട്ടാണ് അയക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും മാംസമായി തീരണം. ഇവിടെ ഒരുപാട് വചനമായി തന്നെ ഒരുപാട് പേർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു. എന്ത് പ്രയോജനം? വചനം മാംസമായി തീർന്ന് അത് മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാമായി തീരണം എന്നതാണ് ക്രിസ്തുവോടെ പഠിപ്പിച്ചത്. അത് കൈമാറി നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് പാരമ്പര്യം. നമ്മുടെ സുറിയാനി സഭയുടെ പാരമ്പര്യം അതാണ്. നമ്മൾ ഓരോരുത്തരും ആ ഒരു ക്രിസ്തുവിൽ പറഞ്ഞതുപോലെ മാംസമായി തീർന്ന് മറ്റുള്ളവരുമായി സഹകരിച്ചു പോകണം. അതാണ്. അപ്പോൾ ഇന്ന് മിഷൻ സൺഡേയുടെ ദിവസമാണല്ലോ. മിഷൻ സൺഡേ എന്ന് പറയുമ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനി തുടങ്ങി പുലിക്കോട്ട് തിരുമേനിമാർ, വട്ടശ്ശേരി തിരുമേനി, പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി, പാമ്പാടി തിരുമേനി, ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി 1980 മിഷൻ സൊസൈറ്റി സ്ഥാപിച്ചു. സെന്റ് പോൾ സുവിശേഷാലയം മാവേലിക്കര. അവിടെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ക്ലാസുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. അതിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അത് തന്നെയുമല്ല, നമ്മുടെ മിഷൻ സൺഡേയില് യഥാർത്ഥത്തിൽ ഒരുപാട് സഹായങ്ങൾ ഓരോരുത്തർക്കും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ള ധനം കണ്ടെത്തുന്നത് ഈ മിഷൻ സൺഡേയിലെ കവർ പിരിവിലൂടെ മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ദശാംശം മാറ്റിവെച്ചാൽ ആ ദശാംശം കൂടെ ഈ കവറിലിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചാൽ അത് മിഷൻ സൺഡേ പ്രവർത്തനത്തിന്, സെന്റ് പോൾസിന് ഒരു വലിയ അനുഗ്രഹമായി തീരും. അത് നമ്മൾ ഓരോരുത്തരും അത് മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനും മറ്റു ശിശുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.